कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ഭാഗവത കഥകൾ 150. അപൂർവമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സ്യമന്തകരത്നം സൂര്യനിൽ നിന്ന് ലഭിച്ചതോടെ സത്രാജിത്ത് തന്റെ സമ്പത്തിൽ മതിമറന്നു. രാജ്യനന്മയ്ക്കുവേണ്ടി ഈ രത്നം രാജാവായ ഉഗ്രസേനന് നൽകുമോ എന്ന് ചോദിച്ച ശ്രീകൃഷ്ണനെ പരിഹസിക്കുന്നിടത്തോളം വരെയെത്തി സത്രാജിത്തിന്റെ അഹംഭാവം. എല്ലാ ദിവസവും 8 ഭാരം സ്വർണം വീതം ഉതിരുന്ന രത്നത്തെ സ്വഗ്രഹത്തിലെ കോവിലിൽ ദിനവും സത്രാജിത്ത് പൂജിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് സത്രാജിത്തിന്റെ അനുജൻ പ്രസേനജിത്ത് ഒരു ദിവസം തനിക്ക് ഈ രത്നം ധരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. അനുജനോട് അതീവ സ്നേഹമുള്ള സത്രാജിത്ത് ഒരു സ്വർണമാലയിൽ കൊരുത്ത് ഈ രത്നം പ്രസേനജിത്തിനെ ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ രാത്രി ഏറെ ചെന്നിട്ടും പുറത്തേക്ക് പോയ പ്രസേനജിത്ത് തിരിച്ചു വന്നില്ല. ആശങ്കാകുലനായ സത്രാജിത്ത് പുലർച്ചെ തന്റെ ആൾക്കാരുമൊത്ത് അനുജനെ തിരയാൻ തുടങ്ങി. അങ്ങനെ കാടിന്റെ നടുക്കെത്തിയപ്പോൾ സത്രാജിത്ത് ദൂരെ ഒരിടത്ത് പ്രസേനജിത്തിന്റെ കുതിര ചത്തുകിടക്കുന്നത് കണ്ടു. തൊട്ടരികെ സിംഹം ആക്രമിച്ചതിന്റെ ലക്ഷണങ്ങളും കുറച്ചുമാറി പ്രസേനജിത്തിന്റെ മൃതദേഹം കിടക്കുന്നതും കണ്ടെത്തി. എന്നാൽ മൃതദേഹത്തിൽ രത്നം ഉണ്ടായിരുന്നില്ല. സ്യമന്തക രത്നം എവിടെ പോയി എന്ന് ആർക്കും ഒരറിവും കിട്ടിയില്ല. സത്രാജിത്താകട്ടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞത്. രത്നം സ്വന്തമാക്കാൻ ശ്രീകൃഷ്ണന് ഏറെ മോഹമുണ്ട്. വെണ്ണ മോഷ്ടിക്കുന്ന ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ് ശ്രീകൃഷ്ണന്റെ ഇത്തരം മായാജാലങ്ങൾ. തന്റെ മുത്തച്ഛനായ രാജാവിന് രത്നം കൊടുക്കണമെന്ന് എന്നോട് വന്ന് കൃഷ്ണൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതു ഞാൻ അനുസരിക്കാത്തതിൽ അയാൾക്ക് തീർച്ചയായും എന്നോട് നീരസം ഉണ്ടായിരുന്നിരിക്കാം. ശ്രീകോവിലിൽ നിന്ന് രത്നം മോഷ്ടിക്കാൻ എളുപ്പമല്ലല്ലോ. എന്നാൽ ഒറ്റയ്ക്കായിപ്പോയ എന്റെ അനുജനെ കൊന്ന് രത്നം മോഷ്ടിക്കുക വളരെ എളുപ്പമായി തോന്നുന്നു. കേട്ടവർ ശരിയോ തെറ്റോ എന്നു പോലും അറിയാതെ തമ്മിൽ ഈ വാർത്ത പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇത് ശ്രീകൃഷ്ണന്റെ ചെവിയിലെത്തി. തന്റെ നിരപരാധിത്വം വ്യക്തമാക്കാനും യഥാർത്ഥത്തിൽ രത്നം എവിടെ എന്നും എന്താണ് സംഭവിച്ചതെന്നും അറിയാനായി ശ്രീകൃഷ്ണൻ മുന്നിട്ടിറങ്ങി. അങ്ങനെ തന്റെ ഉറ്റ സുഹൃത്തുക്കൾ, അപവാദം വിശ്വസിക്കുന്നവർ ഇവരെയെല്ലാം ചേർത്ത് ശ്രീകൃഷ്ണൻ പ്രസേനജിത്ത് സഞ്ചരിച്ച പാതയിലൂടെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ മൃതശരീരം കിടന്നിരുന്ന സ്ഥലത്തെത്തി. അടുത്ത് സിംഹത്തിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി. സിംഹത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് വനത്തിൽ ഉള്ളിലേക്ക് ശ്രീകൃഷ്ണനും സംഘവുമെത്തി. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാൽപ്പാടുകളിൽ രക്തം കണ്ടു. ഒരു ഗുഹയ്ക്ക് സമീപം കാൽപ്പാടുകൾ അവസാനിച്ചു. അവിടെ ഒരു സിംഹം ചത്തുകിടക്കുന്നതും അവർ കണ്ടു. ചത്തുകിടക്കുന്ന സിംഹത്തിന്റെ ദേഹത്ത് തിരഞ്ഞെങ്കിലും രത്നം കണ്ടുകിട്ടിയില്ല. സിംഹത്തിന്റെ ശവശരീരം അടക്കം ചെയ്തതിനു ശേഷം ചുറ്റും നോക്കിയപ്പോൾ അവിടെ വലിയൊരു കരടിയുടെ കാൽപ്പാട് കണ്ടു. കരടിയും സിംഹവും തമ്മിലുള്ള യുദ്ധത്തിലാവാം സിംഹം കൊല്ലപ്പെട്ടത് എന്ന് കരുതി ഈ സംഘം കരടിയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയി. അങ്ങനെ മുന്നോട്ട് നടന്നെത്തിയത് ഒരു ഗുഹയുടെ മുന്നിലാണ്. ഭീമാകാരമായ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഇരുട്ടല്ലാതെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണൻ കൂടെ വന്നവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ സുരക്ഷിതമായി പുറത്തു നിൽക്കുക. ഉള്ളിൽ ഭീകരനായ ഒരു കരടി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉള്ളിൽ പോയി തിരഞ്ഞു വരാം. അങ്ങനെ ഏകനായി ഗുഹയുടെ ഉള്ളിലേക്ക് ശ്രീകൃഷ്ണൻ കടന്നു ചെന്നപ്പോൾ സൂര്യനെ വെല്ലുന്ന പ്രകാശം. നോക്കുമ്പോൾ ഒരു ബാലകൻ രത്നവുമായി കളിക്കുന്നു. അടുത്തു ചെന്ന് രത്നമെടുത്തതും ബാലകൻ ഭയന്ന് കരഞ്ഞു. പെട്ടെന്ന് വലിയൊരു രൂപം ശ്രീകൃഷ്ണന്റെ മുകളിൽ നിഴൽ പോലെ ഉയർന്നു.
നോക്കിയപ്പോൾ ഭീമാകാരമായ ഒരു കരടി രൂപമാണ് കണ്ടത്. അത് ജാംബവാനായിരുന്നു. ചിരഞ്ജീവിയായ ജാംബവാൻ കൃതായുഗം മുതൽ അതിശക്തിമാനായി അറിയപ്പെടുന്ന വീരനാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ചിരഞ്ജീവി എന്ന വരദാനം ജാംബവാന് ലഭിച്ചത് പിതാവായ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാളായാണ് ജാംബവാനെ കരുതുന്നത്. ഹിമവാൻ ജാംബവാന്റെ സഹോദര തുല്യനാണ്. പാലാഴി മഥനത്തിൽ പങ്കെടുത്ത ജാംബവാൻ ആ സമയത്ത് അതിശക്തനായിരുന്നു. ദേവതുല്യനാണ് ജാംബവാൻ. ആയിരക്കണക്കിന് സിംഹങ്ങളുടെ ശക്തിയാണ് ജാംബവാനുള്ളത് എന്നാണ് സങ്കല്പം. ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ സേനയെ നയിച്ച് രാവണവധത്തിൽ ജാംബവാൻ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ജാംബവാൻ ക്രുദ്ധനായി അലറി. ആരാണ് ഇത്ര ധൈര്യത്തോടെ നമ്മുടെ ഗുഹയിൽ കയറിയതും പ്രിയപുത്രന്റെ കളിപ്പാട്ടം തട്ടിയെടുത്തതും? ജീവനോടെ ഈ ഗുഹയിൽ നിന്നും മടങ്ങണമെങ്കിൽ എന്റെ കുട്ടിയുടെ കളിപ്പാട്ടം എടുത്തത് തിരികെ നൽകി മാപ്പപേക്ഷിക്കുക. തന്റെ ആജ്ഞ കേട്ടതായി പോലും നടിക്കാതെ പിന്നോട്ട് നടക്കാൻ തുനിഞ്ഞ ശ്രീകൃഷ്ണനെ ഉരുക്ക് ദണ്ടുകൾ പോലെയുള്ള കൈകൾ കൊണ്ട് ജാംബവാൻ ആഞ്ഞടിച്ചു. മലകളെപ്പോലും തകർക്കുന്ന പ്രഹരം ഏറ്റതായി പോലും ഭാവിക്കാതെ ശ്രീകൃഷ്ണൻ തുല്യശക്തിയോടെ തിരിച്ചടിച്ചു. അങ്ങനെ 28 പകലും 28 രാത്രിയും ഇവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം തുടർന്നു. യുദ്ധത്തിലുടനീളം ജാംബവാൻ ഹരേ രാമ രാമ ജയരാമ രാമ എന്ന മന്ത്രമായിരുന്നു പോർവിളി പോലെ മുഴക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജാംബവാൻ നൽകിയ ഓരോ പ്രഹരവും ഈ സ്തുതിക്കൊപ്പമുള്ള അർച്ചനയായി ശ്രീകൃഷ്ണൻ കണക്കാക്കി. ഇത്രയെല്ലാം താടനം ചെയ്തതിനു ശേഷവും ശ്രീകൃഷ്ണന് ക്ഷീണമേതുമില്ല എന്നറിഞ്ഞ ജാംബവാൻ അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും നിരത്തിയാലും യുദ്ധത്തിൽ ഇത്രയേറെ നൈപുണ്യമുള്ള മറ്റൊരാളെ മാത്രമേ എന്റെ യുഗങ്ങളോളം നീണ്ട ജീവിതകാലത്ത് കണ്ടിട്ടുള്ളൂ. കോസലരാജനായിരുന്ന ശ്രീരാമചന്ദ്രപ്രഭു. ശ്രീകൃഷ്ണൻ കൗതുകത്തോടെ ജാംബവാനെ നോക്കി. ജാംബവാൻ ഭക്തിയോടെ തുടർന്നു: ഈ യുഗത്തിലായിരുന്നില്ല അദ്ദേഹം ജീവിച്ചിരുന്നത്. മുൻപ് ത്രേതായുഗത്തിൽ അയോധ്യയുടെ കുമാരനായിരുന്നു അദ്ദേഹം. ആ യുഗത്തിലെ അധാർമികളെ അത്രയും വധിച്ചു. സൂര്യവംശത്തിലെ ശ്രീരാമകുമാരൻ രാവണൻ എന്ന രാക്ഷസനെ വധിച്ച കഥ താങ്കളും കേട്ടുകാണുമല്ലോ. അദ്ദേഹത്തിനൊപ്പം രാവണ രാക്ഷസനെ എതിരിട്ട വാനരസേനയിൽ ഞാനുമുണ്ടായിരുന്നു. ഇത്രയും കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ മന്ദഹസിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആ കഥയെല്ലാം കേട്ടിട്ടുണ്ട്. സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ട കുമാരനായിരുന്നില്ലേ അദ്ദേഹം? ഒടുവിൽ ഭാര്യയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അനുജനോടൊപ്പം ഓരോ വനത്തിലും വിലപിച്ച് നടന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഒടുവിൽ ലങ്കയെ വാനരസേനയുടെ കായബലം കൊണ്ട് വിജയിച്ചതും അതിനെ അങ്ങയെപ്പോലുള്ള പ്രമുഖന്മാർ സഹായിച്ചതുമൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. വളരെ നിസാരതയോടെ ബഹുമാനപൂർവമല്ലാത്ത ഈ സംസാരം ജാംബവാനിൽ വീണ്ടും കോപമുളവാക്കി. ഉറക്കെ ഗർജിച്ചുകൊണ്ട് ജാംബവാൻ ഇങ്ങനെ പറഞ്ഞു: ഈ കഥ ഇങ്ങനെയല്ല പറയേണ്ടത്. എന്റെ മഹാപ്രഭുവിനെപ്പറ്റി പറയുമ്പോൾ വിനയമില്ലാതെ സംസാരിക്കരുത്. ധർമ്മം പുനഃസ്ഥാപിക്കാൻ അവതരിച്ച വിഷ്ണു ഭഗവാനായിരുന്നു അദ്ദേഹം. ഇത് പറഞ്ഞതും അലറിക്കൊണ്ട് തന്നെ ജാംബവാൻ ശ്രീകൃഷ്ണന്റെ ദേഹത്തേക്ക് ചാടി വീഴാൻ തുടങ്ങി. പക്ഷേ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കോദണ്ഡപാണിയായ ശ്രീരാമന്റെ രൂപമാണ് ജാംബവാന്റെ മുൻപിൽ തെളിഞ്ഞത്. അത് കണ്ടതും ജാംബവാൻ ഇരു കൈകളും കൂപ്പി ദണ്ഡനമസ്കാരം ചെയ്തു. അത്യത്ഭുതം പൂണ്ട ജാംബവാൻ ശ്രീകൃഷ്ണന്റെ കാലുകൾ ആനന്ദക്കണ്ണീരിൽ കഴുകി. എന്നിട്ട് വിറയ്ക്കുന്ന കരങ്ങളോടെ കൈകൂപ്പി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, വീണ്ടും എനിക്ക് ദർശനം തരാനായി എത്തിയല്ലോ. അങ്ങെന്നോട് ത്രേതായുഗത്തിൽ സത്യം ചെയ്ത് പറഞ്ഞിരുന്നു ദ്വാപരയുഗത്തിൽ വീണ്ടും തമ്മിൽ കാണാമെന്ന്. എന്നാൽ അതിങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല.
അജ്ഞാനിയായ ഞാൻ അങ്ങയുമായി മൽപ്പിടുത്തം നടത്തി, യുദ്ധം ചെയ്തു. കോമളമായ ഈ ശരീരത്തിൽ മുഷ്ടികൊണ്ട് താടനം ചെയ്തു. ഭഗവാനെ മഹാപ്രഭോ, എന്നോട് ക്ഷമിക്കുക, ഞാൻ ഈ ലീലകളൊന്നും അറിഞ്ഞില്ലല്ലോ. ശ്രീകൃഷ്ണൻ മൃദു കരതലങ്ങൾ കൊണ്ട് ജാംബവാനെ തഴുകി തലോടി ഉയർത്തിയ ശേഷം ഇങ്ങനെ പറഞ്ഞു: എന്റെ പ്രിയമിത്രമേ, ഈ ദ്വാപരയുഗത്തിൽ ശ്രീരാമനായല്ല ശ്രീകൃഷ്ണനായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആ കരത്താലുള്ള ഓരോ താടനവും എനിക്ക് തലോടലായാണ് അനുഭവപ്പെട്ടത്. എത്ര കാലം കൂടിയാണ് അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത്? ഒരിക്കൽ കൂടി അങ്ങയെ കാണാമെന്ന് ഞാൻ അന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ. ആ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് കരുതുക. യാദവ വംശത്തിൽ വസുദേവരുടെ 8ാമത്തെ പുത്രനായാണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ ഈ സെമന്തക രത്നം മൂലം നാടുനീളെ എന്നെക്കുറിച്ച് അപവാദം പരന്നിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങയുടെ കയ്യിൽ ഈ രത്നം വന്നത്? ചോദ്യം കേട്ടതും ജാംബവാൻ സംഭവിച്ചത് പറഞ്ഞു. കഥയെല്ലാം വിസ്തരിച്ച് മൽപ്പിടുത്തത്തിന് തുനിഞ്ഞതിൽ ജാംബവാൻ വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചു. ഉചിതമായ സൽക്കാരം നൽകി ജാംബവാൻ ആഹ്ലാദ പുരസരം സെമന്തകത്തെ കൃഷ്ണന് നൽകി. കൂടാതെ സന്തുഷ്ടനായി തന്റെ പുത്രിയായ ജാംബവതിയെ കൃഷ്ണനെ പാണീഗ്രഹണം ചെയ്തു കൊടുക്കുകയും ചെയ്തു. സെമന്തകത്തിന്റെ യഥാർത്ഥ കഥ അറിഞ്ഞ സത്രാജിത്ത് എങ്ങനെ പ്രതികരിച്ചു? ആ കഥ നാളെ.